الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين. ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك نبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ തഫ്സീറിൽ 33 ആയത്തുകളുടെ വിശദീകരണമാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. وإذ قلنا, നാം പറഞ്ഞ സന്ദർഭം അഥവാ നാം കൽപ്പനയായിക്കൊണ്ട് പറഞ്ഞ സന്ദർഭം, ലിൽ മലായിക, മലക്കുകളോട്, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. ഫസജദു, അപ്പോൾ സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഫസജദു, അപ്പോൾ അവർ സുജൂദ് ചെയ്തു, മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അബ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അബ, അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ, അവൻ അഹങ്കരിച്ചു, വകാന മിനൽ കാഫിരീൻ, അങ്ങനെ അവൻ കാഫിറുകളുടെ കൂട്ടത്തിൽ, അവിശ്വാസികളുടെ നിഷേധികളുടെ കൂട്ടത്തിൽ ആയിത്തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം പിതാവ്, മനുഷ്യരുടെ മുഴുവൻ പിതാവ്, ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിന് നൽകിയ ശ്രേഷ്ഠത ഈ ആയത്തിലൂടെ വിവരിക്കുന്നു. ആദം അലൈഹിസ്സലാമിൻ്റെ മഹത്വവും പ്രത്യേകതയും അള്ളാഹു അവിടുത്തേക്ക് നൽകിയ ആദരവും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അവൻ്റെ മലായികത്തിനെ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യിച്ചു. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം ആദം അലൈഹിസ്സലാമിൻ്റെ ശ്രേഷ്ഠതയായി പ്രത്യേകം പല സന്ദർഭങ്ങളിൽ എടുത്തു പറയപ്പെട്ട കാര്യമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുള്ള ഹദീഥു ഷഫാഅ, അന്ത്യനാളിൽ നടക്കുന്ന ആ മഹത്തായ ഷഫാഅത്തിൻ്റെ ഹദീസ്, സുദീർഘമായ ഹദീസിൽ നമുക്ക് കാണാം, ആളുകളെല്ലാം മഹ്ശറിൽ അള്ളാഹു വിചാരണക്കെടുക്കാൻ വേണ്ടി ആര് റബ്ബിനോടിത് പറയും എന്നന്വേഷിച്ച് അവർ അതേക്കുറിച്ച് പരസ്പരം സംസാരിക്കുമ്പോൾ അവർ പറയും, നമുക്ക് ആദം അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ചെല്ലാം. ആദം അലൈഹിസ്സലാമിനോട് അവർ ചെന്ന് പറയുന്നത്, അള്ളാഹു താങ്കളെ അവൻ്റെ കൈകൊണ്ട് പടച്ചിരിക്കുന്നു. വഅസ്ജദ ലക മലായികത, അള്ളാഹു അവൻ്റെ മലക്കുകളെ അങ്ങേക്ക് മുന്നിൽ സുജൂദ് ചെയ്യിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതയായി വന്നിട്ടുള്ള കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആദം അലൈഹിസ്സലാമിന് നൽകിയ വലിയ ശ്രേഷ്ഠതയാണിത്. ഈ സുജൂദ് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. കാരണം ഇത് ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ്. ഇതാകട്ടെ ഇബാദത്തിൻ്റെ, ആരാധനയുടെ സുജൂദല്ല, മറിച്ച് ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ സുജൂദായിരുന്നു. അത് പഴയകാല ഉമ്മത്തുകളിൽ പലതിലും അനുവദിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഉമ്മത്തിൽ അങ്ങനെ ഒരു സുജൂദും, അങ്ങനെ ആദരവിൻ്റെ ഒരു സുജൂദ് പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല. ആരാധനയുടെ ഭാഗമായുള്ള സുജൂദല്ല അത്, മറിച്ച് അത് ആദരവിൻ്റെ ഭാഗമായുള്ള സുജൂദാണ്. ഇത് പഴയകാല ഉമ്മത്തുകളിൽ ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നം കണ്ടു. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതായി സൂറത്ത് യൂസുഫിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. എൻ്റെ ഉപ്പ, ഞാൻ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും അവ എനിക്ക് സുജൂദ് ചെയ്യുന്നതായി കണ്ടു. ഏതാണ് 11 നക്ഷത്രങ്ങൾ? നക്ഷത്രങ്ങൾ എന്നത് 11 സഹോദരങ്ങളാണ് ഉദ്ദേശം. യാഖൂബ് അലൈഹിസ്സലാമിന് 12 മക്കളാണ്. അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ 12 ഗോത്രങ്ങളായത്. മൂസാ നബിയുടെ കാലത്ത് നമുക്കറിയാമല്ലോ 12 ഗോത്രങ്ങൾ. അവർക്ക് വേണ്ടി 12 ഉറവകൾ പൊട്ടിയൊഴുകി. അതുപോലെ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്, കടൽ മൂസാ അലൈഹിസ്സലാം വടികൊണ്ടടിച്ചപ്പോൾ 12 വഴിയായി പിളർന്നു എന്ന് പല മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു വഴിയല്ല, മറിച്ച് 12 ഗോത്രങ്ങൾക്ക് പോകാൻ 12 വഴികളായി അത് മാറി എന്ന് പറയപ്പെട്ടത് കാണാം. അപ്പോൾ നമുക്ക് 11 മക്കളുണ്ടായിരുന്നു, 11 സഹോദരങ്ങളുണ്ടായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിന്. അവരും ശംസ വൽ ഖമർ, സൂര്യനും ചന്ദ്രനും, അത് മാതാപിതാക്കളാണ് ഉദ്ദേശം, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി കണ്ടു എന്നാണ്. പിന്നീട് ആ സൂറത്തിൻ്റെ അവസാനം നമുക്ക് കാണാം അവർ എന്തു ചെയ്തു? സുജൂദ് ചെയ്തു എന്നാണ്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഹാദ തഅവീലു റുയായി ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖ. ഇതാണ് എൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം, എൻ്റെ റബ്ബ് അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു, അതുപോലെ സംഭവിച്ചു. അതെല്ലാം ആദരവിൻ്റെ സുജൂദാണ്. അത് പഴയകാല ഉമ്മത്തുകളിൽ അനുവദിക്കപ്പെട്ടിരുന്നു, എന്നാൽ ഈ ഉമ്മത്തിൽ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്തിൽ ചിലർ, അവർ മറ്റുള്ള നാടുകളിലെ ഭരണാധികാരികളുടെ അനുയായികൾ അവർക്ക് ചുറ്റും, അവരുടെ പുരോഹിതന്മാർക്ക് മറ്റും മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ ഒരു ആദരവ് അർപ്പിക്കപ്പെടാൻ അങ്ങാണല്ലോ കൂടുതൽ അർഹനായിട്ടുള്ളത്, അങ്ങനെ അവർ ആദരിക്കുന്നു, അങ്ങനെയാണല്ലോ അതിനേറ്റവും അർഹൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ, ഞാൻ ആരോടെങ്കിലും കൽപ്പിച്ചിരുന്നെങ്കിൽ, എന്ത് കൽപ്പിച്ചിരുന്നെങ്കിൽ? യസ്ജുദ ലി അഹദ്, ആർക്കെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅ, ആരോട് കൽപ്പിച്ചാനെ? ഒരു സ്ത്രീയോട് കൽപ്പിച്ചാണ് യസ്ജുദ ലി സൗജിഹ, അവിടെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ. ഇതേത് സുജൂദാണ്? ഇബാദത്തിൻ്റെ സുജൂദാണോ അതല്ല ആദരവിൻ്റെ സുജൂദാണോ? ആദരവിൻ്റെ സുജൂദാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്തു പറയുകയില്ല, ആരെങ്കിലും ഇബാദത്ത് ചെയ്യാൻ, ആരാധിക്കാൻ ഞാൻ പറയുമായിരുന്നെങ്കിൽ, ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിനെ ആരാധിക്കാൻ ഞാൻ പറഞ്ഞ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയുകയില്ല. അത് ഇബാദത്തിൻ്റെ സുജൂദല്ല, മറിച്ച് അത് ആദരവിൻ്റെ സുജൂദാണ്. പക്ഷെ അതുപോലും പാടില്ല, ഹറാമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് മുന്നിൽ ആരെങ്കിലും സുജൂദ് ചെയ്താൽ ഇസ്ലാമിൽ അവൻ്റെ വിധി, അവൻ ഇസ്ലാമിൽ പുറത്തു വരിക്കുന്നതാണ്, മുശ്രിക്കായിരിക്കുന്നു. ഒരാൾ ഒരു ബിംബത്തിന് മുന്നിൽ സുജൂദ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ ഒരു ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്തു, ഇസ്ലാമിൽ അവൻ്റെ വിധി എന്താണ്? ആ പ്രവൃത്തി കൊണ്ട് ഇസ്ലാമിൽ പുറത്തു വരിക്കുന്നു. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന വിശ്വാസമുണ്ട്, വാക്കുണ്ട്, പ്രവൃത്തിയുണ്ട്, അതുപോലെ സംശയിക്കലുണ്ട്. വാക്കുണ്ട്, ഒരാൾ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞു, നീ അത് ചീത്ത പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടാണോ അവൻ്റെ മേൽ വിധി പറയുക? അല്ല, പറഞ്ഞോട് അവൻ ഇസ്ലാമിൽ പുറത്താണ്. മനസ്സിലായില്ലേ? കരുതി കൂട്ടി പറഞ്ഞാണ്, അവൻ്റെ ബോധമുണ്ടായിരിക്കും പറഞ്ഞതാണ്, നാവ് തെറ്റിപ്പോയതല്ല, ബോധപൂർവമാണ് പറഞ്ഞത്. എങ്കിൽ ആ വാക്കോട് എന്തായിരിക്കുന്നു? അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അള്ളാഹുവിനൊരാൾ ചീത്ത പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചീത്ത വിളിച്ചാൽ, അതുപോലെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോകും. അതിനൊന്നാണ് എന്ത്? ഒരു ബിംബത്തിനോ ഒരു കുരിശിനോ ഒരു ഖബറിനോ മുന്നിൽ ഒരാൾ സുജൂദ് ചെയ്താൽ ആ പ്രവൃത്തി കൊണ്ട് അവൻ ഇസ്ലാമിൽ പുറത്തു പോയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പഴയ സുജൂദ് എന്ന് പറയുന്നത് അത് ആദരവിൻ്റെ സുജൂദാണ്, അത് അള്ളാഹു കൽപ്പിച്ചതാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അള്ളാഹുവാണ് അത് കൽപ്പിച്ചത്. അള്ളാഹു പറയുന്നു നാം കൽപ്പിച്ചു, അപ്പോൾ അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഏതുപോലെ നിങ്ങൾ നോക്കൂ, ഒരാൾ കൊലപാതകം നടത്തുക എന്നത് കൊടിയ തിന്മയാണ്.
സ്വന്തം മക്കളെ ആയാലോ, സ്വന്തം മക്കളെ കൊന്നാലോ, അത് കൊലപാതകങ്ങളിൽ ഏറ്റവും കടുത്ത കൊലപാതകമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബിയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി അയ്യു ദംബി അഅ്ലം, നബി ഏതാണ് ഏറ്റവും വലിയ തിന്മ, ഏറ്റവും ഗുരുതരമായ തിന്മ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അള്ളാഹുവാണ് നിന്നെ പടച്ചത് എന്നിരിക്കെ നീ അവനിൽ പങ്കു ചേർക്കലാണ്, അള്ളാഹുവിന് നീ സമന്മാരെ ഉണ്ടാക്കലാണ്. സുമ്മ ഐ, പിന്നെ ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖ്തുല വലദക മഖാഫത അൻ യഅകുല മഅക്, നിന്റെ കൂടെ തിന്നും നിന്റെ ഭക്ഷണത്തിൽ പങ്കുചേരും എന്ന് പേടിച്ച് നീ നിന്റെ സന്താനത്തെ കൊന്നുകളയലാണ്. സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുന്നത് കൊലപാതകങ്ങളിൽ ഏറ്റവും കടുത്ത കൊലപാതകമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം എന്തിനാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കൂട്ടിയിട്ട് പോയത്? അറുക്കാനാണ്, അറുത്ത് കൊലപ്പെടുത്താനാണ്. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാം ആ പോയതിന് അള്ളാഹുവിൽ നിന്ന് എന്താണ് ലഭിക്കുക? പ്രതിഫലമാണ് ലഭിക്കുക. എന്തുകൊണ്ട്? അള്ളാഹു കൽപ്പിച്ചതാണ്, അള്ളാഹു കൽപ്പിച്ചതാണ്, റബ്ബ് സുബ്ഹാനഹു തആല കൽപ്പിച്ചതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് റബ്ബിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മകനെ അറുത്ത പ്രതിഫലമുണ്ട്, അറുത്തിട്ടില്ലെങ്കിലും. എന്തുകൊണ്ട്? കാരണം ആ പ്രവൃത്തി നടപ്പിലാക്കാൻ ചെന്നു, അതിനൊരുങ്ങി, അതിനുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഒരുക്കി. പക്ഷേ ചെയ്യുന്നതിന് മുൻപ് അള്ളാഹു ആ കൽപ്പന നസ്ഖ് ചെയ്തു, ആ കൽപ്പന ദുർബലപ്പെടുത്തി. എന്തിനാണത്? ആ നസ്ഖിൻ്റെ, ആ കൽപ്പന ദുർബലപ്പെടുത്തിയതിൻ്റെ ഫലം എന്താണ്? അത് ചെയ്തതിൻ്റെ പ്രതിഫലം ഇബ്രാഹിം അലൈഹിസ്സലാമിനുണ്ട്. ഏതുപോലെ ഇത് ഉസൂലുൽ ഫിഖ്ഹിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അതായത് ഒരു കൽപ്പന അള്ളാഹുവിൻ്റേത് വന്നു, നടപ്പിലാക്കുന്നതിന് മുൻപ് അള്ളാഹു നിയമം മാറ്റിയാൽ അത് ചെയ്യാനൊരുങ്ങിയവർക്ക് ചെയ്ത പ്രതിഫലമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വക്ത് നിസ്കാരം അത് കൊണ്ടാണ് ഇറങ്ങിയത്. അത് നിറവേറ്റാൻ ഒരുങ്ങിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൽ നിന്ന് വന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് നൽകി. മൂസ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് ചോദിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരുങ്ങിയിട്ടാണ് വന്നത്. എന്താണ് അതിൻ്റെ ഗുണം ഈ ഉമ്മത്തിനുള്ളത്? റബ്ബ് സുബ്ഹാനഹു വതആല 5 നേരമാക്കി നിശ്ചയിച്ചപ്പോൾ പറഞ്ഞത് കാണാം, ഹിയ ഖംസുൻ ഹിയ ഖംസൂൻ, അത് 5 എന്നാൽ 50. അഥവാ അമലിൽ 5 പ്രതിഫലത്തിൽ 50. ഏത് അമലും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലം 10. മൻ ജാ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, അള്ളാഹു പറഞ്ഞു ഒരാൾ ഒരു നന്മ ചെയ്താൽ അതിന് 10 ഇരട്ടിയുണ്ട്. പക്ഷേ നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം അത് ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നത് തന്നെ എന്താണ്? 10 പിന്നെയാണ് അതിൻ്റെ മുകളിലാണ് ഇരട്ടി. അതല്ല എങ്കിൽ ഒന്ന് ചെയ്താൽ 10 എന്നത് എല്ലാ ഖൈറിനുമുള്ളതാണ്. നിസ്കാരം അതിൻ്റെ തുടക്കം തന്നെ എന്താണ്? ഒന്ന് നിസ്കരിച്ചത് 10 നിസ്കരിച്ചാൽ പിന്നെയാണ് അതിൻ്റെ മുകളിലാണ് ഇരട്ടി എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസുകൾ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. പറഞ്ഞു വന്നത് ആദം അലൈഹിസ്സലാമിന് ചെയ്യാൻ പറഞ്ഞ സുജൂദ് അള്ളാഹു കൽപ്പിച്ച സുജൂദാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ആദം അലൈഹിസ്സലാമിനുള്ള ആദരവായിട്ടാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഫസജദു, മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞു, കാന മിനൽ ജിൻ, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്, അവൻ മലക്കുകളുടെ വർഗത്തിലായിരുന്നില്ല. ഇബ്ലീസിനെ പിടികൂടിയത് എന്താണ്? അവൻ്റെ അഹങ്കാരമാണ് അവനെ അതിൽ നിന്ന് തടഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്ർ, അണുമണിത്തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുപോലെ മുഫസ്സിറുകൾ ഇബ്ലീസിൻ്റെ ചരിത്രം വിവരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, അവനെ പിടികൂടിയത് ഉജുബാണ്, ഗുറൂറാണ്. അവൻ സ്വന്തം കാര്യത്തിൽ അത്ഭുതം കൂറി, ഞാൻ വലിയ ആളാണ്, അള്ളാഹു എനിക്ക് എൻ്റെ മേന്മ കൊണ്ടാണ് എനിക്ക് പലർക്കുമില്ലാത്ത പല പ്രത്യേകതകളും നൽകിയത്. നോക്കൂ, അവൻ മലക്കുകളുടെ വർഗത്തിൽപ്പെട്ടവനായിരുന്നില്ല, പക്ഷെ എന്നിട്ടും അവൻ മലക്കുകളുടെ കൂടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അത് പലർക്കുമില്ലാത്ത പ്രത്യേകതയാണ്, ആർക്കുമില്ലാത്ത പ്രത്യേകതയാണ്. ഇതെനിക്ക് റബ്ബ് എന്തുകൊണ്ട് എൻ്റെ മേന്മ കൊണ്ട് തന്നതാണ്. ഈ ദസീസത്ത്, മോശമായ ഈ ചിന്ത അവൻ്റെ മനസ്സിൽ അവൻ്റെ മനസ്സിലുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല അറിഞ്ഞിട്ടുണ്ട്. റബ്ബ് അത് പുറത്തേക്ക് കൊണ്ടുവന്നു ഈ പരീക്ഷണത്തിലൂടെ. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്,
എത്ര തന്നെ ലാഹിർ പുറമേക്കുള്ള കാര്യങ്ങൾ ഖൈറാണെങ്കിലും ഖൽബിൽ ഇതുപോലുള്ള ദസീസത്തുകൾ, മോശമായ ചിന്തകൾ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടപ്പുണ്ട് എങ്കിൽ അത് പുറത്തേക്ക് ചാടും. ചിലപ്പോൾ അത് അവസാന സമയത്തായിരിക്കും പുറത്തേക്ക് ചാടുന്നത്. അതിൽ വളരെ മോശമാണ് ഒരാൾ സ്വന്തത്തെക്കുറിച്ച് താൻ വലിയ ആളാണ് എന്ന് വിചാരിക്കുക എന്നത്. നസ്അലുല്ലാഹു അൽ ആഫിയ വസ്സലാമ. പ്രിയ സഹോദരങ്ങൾ, ഇത് വളരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന കാര്യമാണ് അൽ ഉജുബ്. ഉജുബ് തോന്നുക, സ്വയം താൻ കേമനാണെന്ന് തോന്നുക. മറിച്ച് ഖൈറിൻ്റെ യഥാർത്ഥ നന്മയുടെ ആളുകൾ അവനവനെ അവൻ്റെ മനസ്സിൽ മോശമായിട്ടാണ് കാണുക എന്നതാണ്. ഉത്ബത്ത് ഇബ്നു ഗസ്വാൻ എന്ന സഹാബി റളിയല്ലാഹു അൻഹു വളരെ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച സഹാബിമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിൽ ഒന്നിൽ കാണാം, അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു, അൻ അകൂന ഫീ നഫ്സി അളീമൻ വഇൻദല്ലാഹി ഹഖീറൻ, ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു, എൻ്റെ മനസ്സിൽ ഞാൻ വലിയ ആളാവുക, അള്ളാഹുവിൽ ഞാൻ ഒരു ഹഖീർ, ഒരു വിലയുമില്ലാത്തവനായി തീരുക, അതിൽ നിന്ന് ഞാൻ റബ്ബിനോട് കാവൽ തേടുന്നു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠതയായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അലാമുൽ മുവഖ്ഖിഈൻ എന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠതയായി പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. നമ്മുടെ ഉമ്മയെക്കുറിച്ച് മുനാഫിക്കുകൾ ആ മോശമായ ആരോപണം പറഞ്ഞുണ്ടാക്കിയപ്പോൾ അതേക്കുറിച്ച് നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അള്ളാഹു എന്നെക്കുറിച്ച് അന്ത്യനാൾ വരെ മുസ്ലിമീങ്ങൾ ഓതുന്ന ആയത്തുകൾ അവതരിപ്പിക്കുമെന്ന്. മറിച്ച് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നാണ്. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, കുൻതു അഹ്ഖറ ഫീ നഫ്സി മിൻ അൻ യുനസ്സില അല്ലാഹു ഫിയ ആയാത്തിൻ തുത്ല. കുൻതു അഹ്ഖറ ഫീ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിൽ വളരെ ഹഖീറായിരുന്നു, ഒരു വിലയുമില്ലാത്ത ആളായിരുന്നു. ഞാൻ എന്നെക്കുറിച്ച് കണ്ടത് എങ്ങനെയാണ്? ഒരു വിലയുമില്ലാത്ത ആളായിട്ടാണ്. അള്ളാഹു എന്നെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ പാരായണം ചെയ്യുന്ന ഒരു ആയത്ത് അവതരിപ്പിക്കുക എന്നതിനൊന്നും ഒരിക്കലും അർഹതയില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെയും പരലോകത്തെയും സൗജാണ്, ഇണയാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. എന്തായിരിക്കും ആ സ്ഥാനം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫദ്ലു ആയിഷ അലാ സായിരി നിസാ കഫദ്ലി الثريد അലാ സായിരി الطعام. ആയിഷയുടെ മറ്റു സ്ത്രീകൾക്ക് മേലുള്ള ശ്രേഷ്ഠത സരീദിന്, അറബികൾക്ക് വളരെ പ്രിയമുണ്ടായിരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണത്. അവരുടെ ഖുബ്സും ലഹ്മും എല്ലാം കൂട്ടിക്കലർത്തിയ വളരെ സ്വാദിഷ്ടമായൊരു ഭക്ഷണ പദാർത്ഥം. അതിന് മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മേലുള്ള ശ്രേഷ്ഠത എന്താണോ അതുപോലെയാണ് ആയിഷയ്ക്ക് മറ്റുള്ള സ്ത്രീകളുടെ മേലുള്ള ശ്രേഷ്ഠത. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അഹബ്ബുൻ നാസി ഇലൈക്, നബി അങ്ങേക്ക് ഏറ്റവും പ്രിയമാരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ. സുമ്മ മൻ, അംർ ഇബ്നുൽ ആസ് ചോദിച്ചു, പിന്നെ ആരാണ്? ഖാല അബൂഹ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളുടെ ഉപ്പ. അതുപോലും ആയിഷയിലേക്കാണ് ചേർത്തി പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പുരുഷന്മാരിൽ നിന്ന് ആരെ എന്നാണ് ചോദിക്കുന്നത്. ആരെയാണ് നബി അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷ. സുമ്മമൻ എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല, മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ആരെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂഹ, അവളുടെ ഉപ്പയെ. പിന്നെ ആരെ? പിന്നെ ഉമറിനെ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ ഞാൻ പിന്നെ അധികം ചോദിച്ചില്ല, കാരണം നബി എങ്ങനെ എൻ്റെ പേര് അവസാനം പറഞ്ഞെങ്കിലോ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇത് ചോദിക്കാനുള്ള കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം കണ്ടാൽ പൊതുവെ ആളുകൾക്ക് തോന്നുന്നത് നബിക്ക് തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം കണ്ടാൽ ആളുകൾക്ക് തോന്നും എന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അതായിരിക്കുമോ നബിയുടെ നാവിൽ നിന്ന് അത് കേൾക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷയാണ്. പുരുഷന്മാരിൽ നിന്നാരെ? അബൂഹ, അവളുടെ പിതാവിന്. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോൾ നബി ആയിഷയുടെ വീട്ടിലായിരിക്കുമ്പോഴാണ് കൊണ്ടുകൊടുക്കാറുണ്ടായിരുന്നത്. മറ്റുള്ള ഭാര്യമാർ ഫാത്തിമയെ കൊണ്ട് ഇത് പരാതിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയിപ്പിച്ചു. എന്താ ആളുകളോട് ഇത് ഏത് വീട്ടിലാണെന്ന് നോക്കാതെ കൊണ്ടുകൊടുക്കാൻ പറയണം, ആയിഷയുടെ വീട്ടിലായിരിക്കും മാത്രം എന്തുകൊണ്ടാണ് കൊണ്ടുതരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ പറഞ്ഞു, മോളെ എന്നെ വിട്ടേക്കൂ, വല്ലാഹി ജിബ്രീൽ
ജിബ്രീൽ എൻ്റെ അരികിലേക്ക് ഞാൻ ആയിഷയുടെ വിരിപ്പിലുണ്ടായിരിക്കെ മാത്രമേ വരാറുള്ളൂ. മറ്റുള്ള ഭാര്യമാരുടെ വിരിപ്പിലായിരിക്കും ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അരികിലേക്ക് വഹയുമായി വരാറില്ല. മറിച്ച് ആരുടെ വിരിപ്പിലായിരിക്കാണ് വരിക? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. അതും സഹാബത്തിൻ്റെ അമലും യോജിച്ചു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുന്നതും സഹാബത്ത് ഹദിയയുമായി വരുന്നതും യോജിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പ്രത്യേകതകളെല്ലാമുള്ള അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ സിദ്ദീഖ് ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താ? കുന്തു അഹ്ഖറ ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ എത്രയോ നിസാരയായിരുന്നു എന്നാണ്. അതാണ് പരിപൂർണം നേടിയ ഖൈറിൻ്റെ ആളുകൾ. അവർ ഇഹ്സാനും അതോടൊപ്പം ഭയവും. അവർ നന്മ ചെയ്യുന്നതിന് അവനവനെ ചെറുതായിക്കണം. എന്നാൽ മോശക്കാരായ ആളുകൾ അവരുടെ പ്രവർത്തനം മോശമായിരിക്കും, അതോടൊപ്പം അവർ അവരവരെ വലുതായി കാണും. കൊള്ളാവുന്ന ആളാണ്, കേമന്മാരാണ് എന്ന് വിചാരിക്കും. ഇത് വളരെ മോശമായ കാര്യമാണ്. ഇത് അഹങ്കാരത്തിലേക്ക് നയിക്കും. അഹങ്കാരം നോക്കൂ, അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നതിലേക്ക് നയിക്കും. മുൻഗാമികൾ പറഞ്ഞത് കാണാം, അള്ളാഹുവിനോടുള്ള ധിക്കാരം ആദ്യമായി ലോകത്തുണ്ടായത് അതിൻ്റെ കാരണം കിബറായിരുന്നു, അഹങ്കാരമായിരുന്നു. ബിലീസിനെ ഇതിലേക്ക് നയിച്ചത് അവൻ്റെ കിബറാണ്. അവനെ വലുതായി കണ്ടു. ആദം അലൈഹിസ്സലാമിനെ ബിലീസ് തന്നെക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞ ആളായി കണ്ടു. അവൻ പറഞ്ഞ ന്യായമാണ് ഖുർആനിൽ തന്നെ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞത്, ഖലഖ്തനി മിൻ നാർ, റബ്ബേ നീ എന്നെ തീയിൽ നിന്ന് പടച്ചു. അന ഖൈറും മിൻ, ഞാൻ ആദമിനേക്കാൾ ശ്രേഷ്ഠനാണ്, നീ എന്നെ തീയിൽ നിന്ന് പടച്ചു, നീ ആദമിനെ മണ്ണിൽ നിന്ന് പടച്ചു. നോക്കൂ നിങ്ങൾ, അവൻ്റെ ഈ ന്യായം മോശമായ ന്യായമാണ്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞ ന്യായം തന്നെ ശരിയല്ല. തീ എങ്ങനെയും മണ്ണിനേക്കാൾ ഖൈറല്ല. ഒന്നത്. രണ്ട്, ആദം അലൈഹിസ്സലാമിന് അള്ളാഹു പഠിച്ചതെങ്ങനെയാണ്? അവൻ്റെ കൈകൾ കൊണ്ടാണ് അവൻ പഠിച്ചത്. അള്ളാഹുവിൻ്റെ കൈകൾ കൊണ്ടാണ് അവൻ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. ഇതെത്ര വലിയ ശ്രേഷ്ഠതയാണ്. അതുകൂടാതെ അള്ളാഹു കൽപ്പിച്ചതാണിത്. അള്ളാഹു റൂഹ് ഊതുകയും എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനയാണ് ഈ സുജൂദ്. അതിനവൻ തയ്യാറായില്ല. ചില പണ്ഡിതന്മാർ നിസ്കാരം ഉപേക്ഷിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് എന്നതിന് ഈ തെളിവ് പിടിച്ചത് കാണാം. നിസ്കരിക്കാത്തവൻ കാഫറാണ് എന്നതിന് ഇത് തെളിവ് പിടിച്ചു. കാരണം അള്ളാഹു ചെയ്യാൻ പറഞ്ഞ സുജൂദ് ചെയ്തില്ല. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ സുജൂദ് ചെയ്യാത്തവൻ കാഫറായിപ്പോയി. വകാന മിനൽ കാഫിരീൻ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇതല്ലാത്ത വ്യക്തമായ സറീഹായ ധാരാളം തെളിവുകൾ വേറെയുണ്ട്. എന്നാൽ മുൻഗാമികൾ തെളിവ് പിടിച്ച കാര്യമാണിത്, സംശയമില്ല കാര്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫർ. നമുക്കും അവർക്കും ഇടയിലുള്ള രേഖ എന്ന് പറയുന്നത് നിസ്കാരമാണ്. അതാരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ കാഫറായി പോയിരിക്കുന്നു. നിസ്കാരം മടി കൊണ്ട് ഉപേക്ഷിച്ചാൽ തന്നെ, നിസ്കാരം എന്നൊരു സംഗതി ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ അവൻ കാഫറാണെന്നതിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. എന്നാൽ മടി കാരണത്താണ്, നിസ്കാരമൊക്കെ വേണ്ടത് തന്നെയാണ് എന്നാണെങ്കിലും എന്ന് അവൻ വിശ്വസിച്ചാലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫറായി പോകും. മനസ്സിലായില്ലേ? അതാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ഏകോപിച്ച അഭിപ്രായമെന്ന് താബിഈങ്ങൾ പറഞ്ഞത് കാണാം. നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫറാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, ഏത് നിലക്കായാലും നിസ്കാരം ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഒരുവൻ ഉപേക്ഷിച്ചാൽ അവനുള്ള ശിക്ഷ വധശിക്ഷയാണ് എന്ന കാര്യത്തിൽ എന്തില്ല, തർക്കമില്ല. നമ്മളെ ശിക്ഷ വധശിക്ഷയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഈ സുജൂദ് കാരണത്താൽ ഇബ്ലീസ് നമ്മൾ ഖിറാഅത്തിന്റെ ആയത്തോതി സുജൂദ് ചെയ്താൽ പിന്മാറി നിന്ന് കരയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇദാ ഖറഅ ഇബ്നു ആദം അസ്സജ്ദ, ഒരു മനുഷ്യൻ സുജൂദിന്റെ ആയത്ത്, തിലാവത്തിന്റെ സുജൂദുള്ള ആയത്ത് പാരായണം ചെയ്യുകയും ഫസജത്, എന്നിട്ട് സുജൂദ് നിർവഹിക്കുകയും ചെയ്താൽ ഇഅ്തസല ശൈത്താനു യബ്കി, ശൈത്താൻ കരഞ്ഞുകൊണ്ട് അവൻ പിന്മാറി നിൽക്കും. അവൻ കരയും, മാറി നിന്ന് കരയും. യഖൂൽ, അവൻ പറയും, യാ വൈലഹ്, അവന്റെ നാശമേ എന്ന് പറഞ്ഞ് അവൻ കരയും. ഉമർ ഇബ്നു ആദം ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്ന, ആദമിന്റെ പുത്രനിതാ അള്ളാഹു ഒരു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യുന്നു, അവനുള്ളത് സ്വർഗമാണ്. ഉമിർതു ബിസ്സുജൂദി ഫഅബൈതു ഫലിയന്നാർ, ഞാൻ ഒരു സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു, എനിക്ക് നരകമാണുള്ളത് എന്ന് പറഞ്ഞവൻ കരയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. തിലാവത്തിന്റെ സുജൂദിന്റെ ശ്രേഷ്ഠതയാണ്. ആ സുജൂദ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സുജൂദാണ്. അത് നിർബന്ധമല്ല,
പക്ഷേ ഇത്രയും ശ്രേഷ്ഠതയുള്ളൊരു സുജൂദാണ്. എന്ത്? ഖുർആൻ ഓതുമ്പോൾ സുജൂദിൻ്റെ ആയത്തുകൾ എത്തിയാൽ അത് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാതിരിക്കുക, സുജൂദ് ചെയ്യുക. കാരണം അത് ശ്രേഷ്ഠമായ ഒരു അമലാണ്. പണ്ഡിതന്മാർ ഹമലത്തുൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആളുകൾ പാലിക്കേണ്ട മര്യാദകളുടെ കൂട്ടത്തിൽ പ്രത്യേകം ഇത് എണ്ണി പറഞ്ഞത് കാണാം. അതായത് തിലാവത്തിൻ്റെ സുജൂദ് എത്തിയാൽ ആ സുജൂദ് പരമാവധി ഒഴിവാക്കാതിരിക്കുക. ശരിയാണത്. അതിൻ്റെ ഹുക്ം എന്താണെന്ന് ചോദിച്ചാൽ അത് മുസ്തഹബാണ്, സുന്നത്താണ്. തിലാവത്തിൻ്റെ സുജൂദ് നിർബന്ധമല്ല, വേണമെങ്കിൽ സുജൂദ് ചെയ്യാതെ പോകാം. പക്ഷേ പരമാവധി അത് നിർവഹിക്കുക. കാരണം അതിന് വലിയ പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 15 ഇടങ്ങളിൽ ഈ തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ട്. ഒരു സൂറത്തിൽ മാത്രം 2 തവണ. ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഹജ്ജ്. സൂറത്തുൽ ഹജ്ജിൽ 2 തവണ ഈ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ നോക്കൂ, ഇബ്ലീസ് ഈ സുജൂദ് ചെയ്യാതിരുന്നു. അവനെ നയിച്ചത് എന്താണ്? ഇബാഉൻ ഇസ്തിക്ബാറും. അവൻ്റെ വിസമ്മതം, അതുപോലെ അവൻ്റെ ഇസ്തിക്ബാർ, അവൻ്റെ അഹങ്കാരം. അതിനാൽ അവൻ കാഫിറായിത്തീർന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കുഫറിൻ്റെ ഇനങ്ങളിലൊന്നാണ്, കുഫറിന് 5 ഇനങ്ങളാണ്. അതിലൊന്നാണ് കുഫ്റു ഇബാഇൻ വസ്തിക്ബാർ, അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ, വിസമ്മതത്തിൻ്റെ കുഫർ. കുഫർ എന്ന് പറയുന്നത് 5 ഇനങ്ങളാണ്. 5 രൂപത്തിൽ കുഫറുണ്ട്. ഒന്ന് കുഫ്റു ജുഹൂദിൻ വ തക്ദീബ്, 2 കുഫ്റു ഇബാഇൻ വസ്തിക്ബാർ, 3 കുഫ്റു ഇറാദ്, 4 കുഫ്റു ഷക്ക്, 5 കുഫ്റു നിഫാഖ്. ഒന്ന് കുഫ്റു ജുഹൂദിൻ വ തക്ദീബ്, അഥവാ കളവാണ്. ഇസ്ലാം കളവാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കളവാണ് എന്ന് മനസ്സിൽ വിശ്വസിക്കുക. അത് കളവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളയുക. ഇതാണ് ഒന്നാമത്തെ കുഫറിൻ്റെ ഇനം. ഇത് വളരെ 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 അപൂർവമായ കുഫറാണ്. കാരണം ഇബ്ലീസിൻ്റെ കുഫർ പോലും എന്തല്ല, അവന് ഇത് അറിയാഞ്ഞിട്ടല്ല, ഉള്ളിലറിയാം ഇത് സത്യമാണ് എന്ന്. അങ്ങനെയുള്ള കുഫറല്ല, മറിച്ച് അസത്യമാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുക. ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഉള്ളിൽ നിന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും അത് സാധ്യം. അതുകൊണ്ട് അത് വളരെ അപൂർവമാണ്. നോക്കൂ, അബൂജഹലിനെ പോലെയുള്ള കൊടിയ കുഫാറുകൾ വരെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് കളവ് പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ബനു ഉമയ്യയും ബനു ഹാഷിമും തമ്മിൽ പണ്ടേ ഉള്ള മത്സരമാണ്. അവരെന്തെങ്കിലും ചെയ്താൽ അബൂജഹൽ ബനു ഉമയ്യയാണ്, ഖുറൈശികളിലെ 2 വിഭാഗമാണ്. ബനു ഹാഷിം എന്തൊരു നന്മ ചെയ്താലോ, അവരെന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങി ആളുകളെ സഹായിക്കാൻ എന്തെങ്കിലും കാര്യം ചെയ്താൽ ബനു ഉമയ്യയും ചെയ്യും, അവർ വേറെ എന്തെങ്കിലും ചെയ്താൽ ഇവരും ചെയ്യും. അബൂജഹൽ പറഞ്ഞു ഞങ്ങളും ബനു ഹാഷിമും തമ്മിൽ ഈ മത്സരമാണ്, അവരെന്ത് ചെയ്താൽ ഞങ്ങളും ചെയ്യും. ഇപ്പം അവർ പറയുന്നു അവരുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട് എന്ന്. ഇത് ഞങ്ങൾ എന്ത് ചെയ്യും? നബി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് ആണ് അബൂജഹൽ പറഞ്ഞത്. നോക്കാം അവൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത്. ഉമയ്യത്ത് ഇബ്നു അബി സൽത്ത്, അയാളുടെ കവിത വളരെ അറിയപ്പെട്ട കവിതകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് ഒരു സഹാബിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഉമയ്യത്ത് ഇബ്നു അബി സൽത്തിൻ്റെ കവിത വല്ലതും ഓർമ്മയുണ്ടോ? അപ്പോൾ പറഞ്ഞു എനിക്കറിയാം. പറഞ്ഞു എന്നാ ചൊല്ലി. അപ്പോൾ ആ സഹാബി കുറച്ച് വരികൾ ചൊല്ലിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇനിയും, പിന്നെയും ചൊല്ലിക്കൊടുത്തു. ഇനിയും പിന്നെയും ചൊല്ലിക്കൊടുത്തു. കാരണം തൗഹീദ് പറയുന്ന 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബിനെ, അവനെക്കുറിച്ച്, അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്ന, പരലോകത്തെക്കുറിച്ചൊക്കെ പറയുന്ന കവിതയാണ്. ആരുടെ കവിത? മുമ്പ് കാലത്ത് കാഫറായി മരിച്ച ഉമയ്യത്ത് ഇബ്നു അബി സൽത്ത് എന്നു പേരുള്ള ഒരാളുടെ കവിതയാണത്. അയാൾ തൗഹീദ് ആളുകളോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതാ ഒരു നബി വരാനിരിക്കുന്നു, ഈ നാട്ടിലാണ് വരിക എന്നൊക്കെ പറഞ്ഞു. അവസാനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാളുടെ കവിതയിലൂടെ ഇസ്ലാം ആകാൻ അടുത്തിരിക്കും. മറ്റു ചില റിവായത്തുകൾ കാണാം അയാളുടെ ഷിഅർ ഇസ്ലാമിലാണ് എന്ന്. ആളോട് ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞു ഒരു നബി വരുമെന്ന്, എന്നിപ്പോൾ വന്നപ്പോൾ വിശ്വസിക്കാത്തത്? അയാൾ പറഞ്ഞു എൻ്റെ ഗോത്രത്തിലെ സ്ത്രീകളോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ആ വരാനിരിക്കുന്ന നബി ഞാനാകുമെന്നാണ്. ഇനിയിപ്പോൾ എങ്ങനെ മറ്റൊരാളുടെ അനുയായിയായി ഞാൻ അവരുടെ മുന്നിലേക്ക് ചെല്ലും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യനെ അവസാനിക്കാത്ത ദൗർഭാഗ്യത്തിൽ
ഒരിക്കലും ഒടുങ്ങാത്ത നരകത്തിയിൽ അകപ്പെടുത്തിയത്, ഈ ദൗർഭാഗ്യത്തിൽ അകപ്പെടുത്തിയത് അവൻ്റെ ഏത് ചിന്താഗതിയാണ് ചിന്തിച്ച് നോക്കി. ഞാൻ അവരോട് എന്ത് പറയാം, പെണ്ണുങ്ങളോട് ഞാൻ എന്ത് പറയും? ആ നബി ഞാനാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാൻ തയ്യാറാകാത്ത ഉമയ്യത്ത് ബിൻ അബി സൽത്ത്, നമുക്ക് അയാളുടെ അഹങ്കാരമാണ് അതിലേക്ക് നയിച്ചത്. കിബർ മനുഷ്യനെ എത്തിച്ചേർക്കുന്ന അപകടങ്ങൾ നിങ്ങൾ നോക്കൂ. അറിയാഞ്ഞിട്ടല്ല. ഹിറഖിൽ, എന്താ ഹിറഖിലിന് സംഭവിച്ചത്? അബൂ സുഫിയാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങളൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തിയ ആളാണ് ഹിറഖിൽ. നബിയുടെ അടയാളങ്ങളൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ ഈ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ എൻ്റെ മൗദുഉൽ ഖദമി, എൻ്റെ ഈ കാൽ നിൽക്കുന്ന ഇടം ആ നബിയുടെ അധികാരത്തിന് കീഴിൽ വരും. ഈ അധികാരം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചെന്ന് ആ നബിയുടെ കാല് കഴുകി കൊടുക്കുമായിരുന്നു. നസ്രാനികളുടെ ബഹുമാനത്തിൻ്റെ രീതിയാണല്ലോ പാദ ശുശ്രൂഷ, കാല് കഴുകി കൊടുക്കുക. ഞാൻ ആ നബിയുടെ കാല് കഴുകി കൊടുക്കുമായിരുന്നു. എന്നിട്ട് ആളെന്ത് ചെയ്തു? അയാളുടെ കൊട്ടാരത്തിലെ നേതാക്കന്മാരെയും മറ്റൊക്കെ വിളിച്ചു കൂട്ടി. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു പുറത്തുനിന്ന് വാതിൽ പൂട്ടാൻ, പുറത്തുനിന്ന് വാതിലടക്കാൻ. എന്നിട്ട് ഈ ആളുകളോട് അയാൾ ചോദിക്കുകയാണ്, കൊട്ടാരത്തിലെ പ്രമുഖരാണ്, വലിയ വലിയ ആ സാമ്രാജ്യത്തിലെ ആളുകളാണ്, അവരൊക്കെ വിളിച്ചു കൂട്ടി ചോദിച്ചു, എന്താണ് ഈ നബിയെ നമ്മൾ പിൻപറ്റുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാം. ഈ ആളുകൾ അവർ ഇത് കേട്ടതോടെ ദേഷ്യപ്പെട്ടു. ഇയാളുടെ വാക്കുകളൊന്നും, ഇയാളുടെ ഈ വാക്ക് കേട്ടപ്പോൾ അവർ അങ്ങേയറ്റം ദേഷ്യപ്പെട്ട് അവർ ആ സദസ്സ് അത് ബഹിഷ്കരിച്ച് പോകാൻ വേണ്ടി ഒരുങ്ങി. അവരോടൊന്ന് നീങ്ങി. വാതിൽക്കെത്തിയപ്പോൾ വാതിലൊക്കെ പൂട്ടിയിരിക്കണം. അപ്പോൾ ഹിറഖിൽ പറഞ്ഞു, ഞങ്ങളെ ദീനിൽ നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ട് നോക്കാൻ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതെനിക്ക് ആ നബിയെ പിൻപറ്റാൻ യാതൊരു ഉദ്ദേശമില്ല. നോക്കൂ നിങ്ങൾ, അയാളുടെ കസേര ഭയം പോകുമെന്ന് പേടിച്ചു. അയാളെ പോലെയുള്ള നസ്രാനികളായ ഭരണാധികാരികൾ ചിലരെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊട്ടാരത്തിലുള്ള ആളുകൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു രാജാവെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പലപ്പോഴും. എല്ലാ അധികാരവും അയാളുടെ കയ്യിലായിക്കോണമെന്നില്ല, പുറമേക്ക് അയാളായിരിക്കും. പക്ഷേ ആളുകൾക്ക് അദൃശ്യമായ രൂപത്തിൽ അയാളുടെ പിന്നിലും മുന്നിലൊക്കെ വേണമെങ്കിൽ അയാളെ കൊലപ്പെടുത്താൻ മാത്രം പോകുന്ന ആളുകളുണ്ടാവും. എത്രയോ ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. ശക്തരായ ഭരണാധികാരികളെ പലരെയും കൊട്ടാര വിപ്ലവത്തിലൂടെ ആളുകൾ കൊലപ്പെടുത്തിയത്. അങ്ങനെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാളുടെ സിംഹാസനം അത് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് പേടിച്ച് ഈ ലോകത്തെയും പരലോകത്തെയും ഏറ്റവും വലിയ വിജയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ കുഫർ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ഇനമല്ല. എല്ലാവരും ഇസ്ലാം ഉപേക്ഷിക്കുന്നത് അസത്യമാണെന്ന് വിശ്വസിച്ചിട്ടല്ല, അത് കുറവാണ് എന്നാണ്. ഇവിടെയാണ് ചില വിവരദോഷികളെ നമുക്ക് മനസ്സിലാവുക. അവർ പറയും, ഈ കണ്ട ആളുകളൊന്നും, ചില ആളുകൾ പരസ്യമായി പറയാറുണ്ട്, ഇവരൊന്നും കാഫർ എന്ന് വിളിക്കാൻ പാടില്ല. കാരണം എന്താ? കാഫർ എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് നിഷേധിച്ചവർ മാത്രമേ, ഇവർക്കൊന്നും ഇത് സത്യമാണെന്ന് അറിയില്ല എന്ന് പറയുന്നത് കാണാം. തികഞ്ഞ വിവരക്കേടാണ്. മനസ്സിലായില്ലേ? സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ചാൽ അതും കുഫറാണ്. അതുപോലെ കുഫ്റു ജുഹൂദി വതക്ദീബ്, അസത്യമാണെന്ന് വിശ്വസിക്കുക എന്നിട്ട് നിഷേധിക്കുക, അതും കുഫറാണ്. ഒന്നാമത്തേത് കുഫ്റു ജുഹൂദിൻ വതക്ദീബ്. രണ്ടാമത്തേത് ഇബ്ലീസിൻ്റെ കുഫറാണ്, കുഫ്റു ഇബാഇൻ വസ്തിക്ബാർ, അഹങ്കാരത്തിൻ്റെ വിസമ്മതത്തിൻ്റെ കുഫർ. സത്യമാണെന്ന് അറിയാം പക്ഷേ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇബ്ലീസിൻ്റെ പോലെയുള്ള കുഫർ, ഫിറഔനിൻ്റെ കുഫറൊക്കെ അതായിരുന്നു. അവനറിയാം. മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിട്ടുണ്ട്, ലഖദ് അലിംത മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഇത് അവതരിപ്പിച്ചത് ആകാശഭൂമികളുടെ റബ്ബാണ് എന്ന് നിനക്കറിയാം. മൂന്നാമത്തെ കുഫറാണ് കുഫറു ഇഅറാദ്, ഇഅറാദിൻ്റെ കുഫർ. എന്താണ് ഇഅറാദിൻ്റെ കുഫർ എന്ന് പറഞ്ഞാൽ? ഒരാളോട് നമ്മൾ പറയുകയാണ്, ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു നബിയുണ്ട്, അല്ലെങ്കിൽ അയാൾ കേൾക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുകയാണെന്ന്, എൻ്റെ വിഷയമല്ല, നബി ആയിക്കോട്ടെ അല്ലാതിരിക്കട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല എന്ന നിലക്ക് അയാളുടെ ജീവിതവുമായി പോവുകയാണ്. എത്ര ഇങ്ങനെയുള്ള ആളുകൾ ഇന്ന് നമുക്കറിയാം. ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ച് നോക്കും. ഇസ്ലാം സത്യമാണ്, ആണോ ആയിക്കോട്ടെ, എനിക്കെന്താ എന്ന രൂപത്തിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത് കുഫ്റു ഇഅറാദ് എന്ന കുഫ്റാണ്. ഇതൊക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയ, നരകം ഈ രൂപത്തിൽ മരിച്ചാൽ നരകത്തിൽ ശാശ്വതരാകുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഏത് കുഫറിലായാലും. മൂന്നാമത്തെ കുഫർ എന്താണ്? കുഫ്റു ഇഅറാദ്. നാലാമത്തേത് കുഫ്റു ഷക്ക്, ഷക്കിൻ്റെ കുഫറാണ്, സംശയത്തിൻ്റെ കുഫർ.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ കേൾക്കുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ കേൾക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിൽ എന്താണ് അയാൾ ചിന്തിക്കുന്നത്? ഈ ഇസ്ലാം എന്ന് പറയുന്നത് സത്യം ആയിരിക്കാം, അല്ലാതെ ഇരിക്കാം, നമുക്കറിയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അള്ളാഹുവിൻ്റെ നബി ആയിരിക്കും, ഇനി ആവാതിരിക്കാനും വഴിയുണ്ട്. പരലോകം ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. എന്താണ് ഇങ്ങനെ വിശ്വസിച്ചാൽ ഒരുവൻ്റെ വിധി? ഇസ്ലാം പുറത്താണ്, ഒരു കാഫറാണ്. ചില മുസ്ലിമീങ്ങൾ വിവരമില്ലാതെ പറയാറുണ്ട്, എന്തായാലും നമ്മൾ നല്ലതൊക്കെ ചെയ്യുന്ന പരലോകത്ത് ചെന്ന് എങ്ങാനും സ്വർഗം എങ്ങാനും ഉണ്ടെങ്കിൽ, നരകമുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോണ്ട. എന്താണ് അങ്ങനെ വിശ്വസിക്കുന്നവൻ്റെ വിധി? അവൻ ഇസ്ലാം എന്ന് പുറത്താണ്, കാഫറാണ്. എന്താണ് കാരണം? സഹോദര, പരലോകമുണ്ട് എന്ന്, ഈ ദീൻ സത്യമാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുഴുവൻ നബിമാരും പറഞ്ഞതാണ്. അതിൽ നീ സംശയിക്കുകയാണ്. അള്ളാഹു കിതാബുകൾ മുഴുവൻ അവതരിപ്പിച്ചു. അള്ളാഹുവിൻ്റെ കിതാബുകൾ മുഴുവനുണ്ട്. പരലോക വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അവൻ്റെ റസൂലുകൾ മുഴുവൻ പഠിപ്പിച്ചതാണ് ഇത് വിശ്വാസം. അതിൽ നീ സംശയിക്കാന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഒരു അടിസ്ഥാന നിയമം, ഒരു ഖായിദകൾ പഠിച്ചു വെക്കുക. യഖീൻ നിർബന്ധമായ, ഉറച്ച വിശ്വാസം നിർബന്ധമായ ഏത് കാര്യത്തിലും ഒരാൾ സംശയിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഒരു കാര്യത്തിൽ യഖീൻ നിർബന്ധമാണ്, ഒരു സംശയവുമില്ലാത്ത ദൃഢവിശ്വാസം നിർബന്ധമാണ്. അതിലൊരുത്തൻ സംശയിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. പരലോകം ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ്. അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ വല്ലതും ഉണ്ടോ? ഇല്ലേ? ഈ ബിംബങ്ങളും മരണപ്പെട്ട് കിടക്കുന്ന ആളുകളും അവരാരാധിക്കുന്നവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തേക്കുമോ? ചിലപ്പോൾ കൊടുത്തേക്കും. അവർക്ക് അതിനർത്ഥം എന്താണ്? പ്രാർത്ഥിക്കപ്പെടാൻ അവർക്ക് അർഹതയുണ്ട്. അതിലൊരുത്തൻ സംശയിക്കാൻ, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതിൽ സംശയിക്കാൻ ഇസ്ലാം എന്ന് പുറത്താണ്. മനസ്സിലായില്ലേ? ചില ആളുകൾ പറയാറുണ്ട്, ബിംബങ്ങളുടെ അരികിൽ ചെന്ന് അവരെ ആരാധിക്കുക. ശരിയാണ്, ആ ബിംബങ്ങൾ അവനെ സഹായിച്ചേക്കും, അവരുടെ ദൈവങ്ങൾ അവനെ സഹായിച്ചേക്കും. ചിലപ്പോൾ അവന് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ? പാടില്ല. അവർക്കൊന്നും ഉലൂഹിയത്തിന് ഒരിക്കലും അർഹതയില്ല. ഈ ദീൻ മാത്രമാണ് സത്യം. ഇത് യാതൊരു സംശയവുമില്ലാതെ വിശ്വസിച്ചിരിക്കണം, ഒരു ശക്കുമില്ലാതെ വിശ്വസിച്ചിരിക്കണം. എങ്കിലും ഒരാൾ മുസ്ലിമാവുള്ളൂ. കുഫറിൻ്റെ 4ാമത്തെ ഇനമാണ് കുഫർ ഷക്ക്. 5ാമത്തെ ഇനമാണ് കുഫർ നിഫാഖ്. നിഫാഖിൻ്റെ കുഫർ എന്നാൽ എന്താണ്? അവൻ പുറമേക്ക് മാത്രം വിശ്വാസം അഭിനയിക്കുന്നു, ഉള്ളിൽ അവന് വിശ്വാസമല്ല. അവൻ ദുനിയാവിൻ്റെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി പറയുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, പക്ഷെ ഉള്ളിൽ അവൻ അതിൽ വിശ്വാസമില്ല. പരലോകത്തിൽ അവന് വിശ്വാസമില്ല, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട ഏതെങ്കിലും കാര്യത്തിൽ അവന് വിശ്വാസം, അവൻ ഇസ്ലാം പുറമേക്ക് അഭിനയിക്കുകയാണ്. അതിന് കുഫറു നിഫാഖ് എന്ന് പറയും. ഇത് 5ഉം കുഫറിൻ്റെ ഇനങ്ങളാണ്. ഏത് കുഫറിൻ്റെ? അൽ കുഫർ അക്ബർ, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കുഫറിൻ്റെ ഇനങ്ങളാണ്. ഇതൊന്നും എന്തല്ല, ചെറിയ കുഫറല്ല, മറിച്ച് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കുഫറാണ്. കുഫറു ജുഹൂദിൻ വ തക്ദീബ്, കുഫറു ഇബാഇൻ വ ഇസ്തിക്ബാർ, കുഫറു ഇഅറാദ്, കുഫറു ഷക്ക്, കുഫറു നിഫാഖ്. ഈ 5 ഇനങ്ങൾ. ഇബ്ലീസിൻ്റെ കുഫർ ഇതാണ്, ഇബാഇൻ്റെയും ഇസ്തിക്ബാറിൻ്റെയും കുഫർ. അതാണ് അള്ളാഹു പറയുന്നത്, അബ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവൻ വിസമ്മതിച്ചു, അവൻ അഹങ്കരിച്ചു, അവൻ കാഫറുകളുടെ കൂട്ടത്തിൽ ആയിത്തീർന്നു. ഇതോടെ നോക്കൂ, ഇബ്ലീസ് അവൻ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. അവൻ ശപിക്കപ്പെട്ട ഒരുവനായി തീർന്നു. അന്ത്യനാൾ വരെ ആദം അലൈഹിസ്സലാമിനോടുള്ള, ആദം നബിയുടെ മക്കളോടുള്ള ശത്രുത പ്രഖ്യാപിക്കുകയും അവരെ വഴിപിഴപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുകയും അതിനുവേണ്ടി റബ്ബെ എനിക്ക് ആയുസ് നീട്ടിത്തരണമെന്ന് പറയുകയും ചെയ്തു. യാ സുബ്ഹാനല്ലാഹ്. അവൻ്റെ കുഫറിൻ്റെ കടുപ്പ നിങ്ങൾ നോക്കൂ. അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് ഈ ആളുകൾക്ക് ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് സ്വീകരിക്കാത്തത്? ഇതൊക്കെ അറിയില്ല ഈ ആളുകൾക്ക്, എന്നിട്ടെന്തേ ഇങ്ങനെ? നിങ്ങൾ ഇബ്ലീസിനെ പറ്റി ചിന്തിച്ച് നോക്ക്. ഇബ്ലീസിനെ അറിയാഞ്ഞിട്ടാണോ? അല്ല. പക്ഷേ ചില ആളുകൾ അങ്ങനെയായിരിക്കും. അസത്യത്തിൽ, ബാത്തിലിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് എന്തെന്നില്ലാത്ത വാശിയായിരിക്കും. കുഫറിന് വേണ്ടി അവർ എന്തും പ്രവർത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹ്. അള്ളാഹുവിൽ നിഷേധിച്ചവരായ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നു. അവൻ കോടികൾ ചെലവഴിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇസ്ലാമിനെ പൊളിക്കുക, ഇസ്ലാമിലേക്ക് ആളുകൾ പോകുക. അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് അള്ളാഹു പറയുകയാണ്. നോക്കൂ,
അതുകൊണ്ട് കുഫറിന് വേണ്ടി മരിക്കാൻ, പിശാചിൻ്റെ വഴിയിൽ മരിക്കാനും അവൻ്റെ വഴിയിൽ യുദ്ധം ചെയ്യാനും അവൻ്റെ വഴിയിൽ പണം ചെലവഴിക്കാനും ആളുകളുണ്ടാവും. അതിൽ നീ അത്ഭുതപ്പെടേണ്ടതില്ല. അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നീ ആളുകൾ എങ്ങനെ പിഴച്ചു എന്നതിലല്ല അത്ഭുതപ്പെടേണ്ടത്, യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടവനൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിലാണ് അത്ഭുതം. ഹിദായത്തിൽ അവനൊക്കെ എങ്ങനെ ഹിദായത്തിൽ, അതിനാണ് അത്ഭുതമുള്ളത്. വലാലത്തിൽ വഴികേടിലകപ്പെട്ടവൻ എങ്ങനെ വഴികേടിലായി എന്നത് ചിന്തിച്ചിട്ട് നീ അത്ഭുതപ്പെടേണ്ടതില്ല. അതങ്ങനെയാണ്, അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവൻ നരകത്തിനു വേണ്ടി പടച്ചിട്ടുള്ള ആളുകളുണ്ട്, അവരാ വഴിക്ക് മാത്രമേ പോവുകയുള്ളൂ. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ. ഇതിലൂടെ ഇബ്ലീസിൻ്റെ ആദം അലൈഹിസ്സലാമിനോടും മക്കളോടുമുള്ള ശത്രുത വെളിപ്പെടുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? അദുവി അദുവക്കും, എൻ്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവും. എൻ്റെ ശത്രുവാണവൻ, അതുപോലെ നിങ്ങളുടെ ശത്രുവാണ് എന്നു മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വതആല ചോദിച്ചിട്ടുണ്ട്, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു. നിങ്ങൾ അവനെയും അവൻ്റെ മക്കളെയും എനിക്ക് പുറമെ നിങ്ങളുടെ മിത്രങ്ങളാക്കി സ്വീകരിക്കുകയാണോ? വഹും ലക്കും അദു, അവൻ നിങ്ങളുടെ ശത്രുക്കളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ആ ആയത്തിൽ ഉള്ള ഒരു ലത്തീഫ, ഒരു ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഗുണപാഠമുണ്ട്. എന്താണത്? അതായത് അള്ളാഹു ചോദിക്കാൻ, യഥാർത്ഥത്തിൽ ഇബ്ലീസിനോടുള്ള എൻ്റെ ശത്രുത തന്നെ നിങ്ങളുടെ പിതാവ് കാരണത്താലായിരുന്നു, നിങ്ങളുടെ പിതാവിനോടുള്ള അവൻ്റെ ശത്രുത കാരണത്താലായിരുന്നു ഇബ്ലീസ് എൻ്റെ ശത്രുവായി തീർന്നത്. എന്നിട്ട് പിന്നെ അവനെ തന്നെ നിങ്ങൾ മിത്രമായി സ്വീകരിക്കുക. യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആലയോട് അവൻ ഈ രൂപത്തിൽ റബ്ബിൽ നിന്ന് അകന്നു പോകാൻ, അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയനാകാൻ കാരണമായത് എന്താണ്? മനുഷ്യരെ നിങ്ങളുടെ ഉപ്പയോടുള്ള അവൻ്റെ അസൂയാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ തന്നെ എന്നെ ഉപേക്ഷിച്ച് അവൻ്റെ മിത്രങ്ങളായി ചെല്ലുകയാണോ? അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു. അവനാകട്ടെ നിങ്ങളുടെ ശത്രുക്കളാണ്. ഇബ്ലീസിനെ റബ്ബ് സുബ്ഹാനഹു വതആല അന്ത്യനാൾ വരെ ആയുസ് നൽകി വിട്ടയച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അതിൻ്റെ പിന്നുള്ള ഹിക്മത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ ആരാണ് ഈ മഅറക്കത്തിൽ, ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പിശാചുക്കളുമായുള്ള പോരാട്ടത്തിനാണ്, ശൈത്താനുമായുള്ള ജിഹാദിലാണ്. ഏതൊരു മനുഷ്യരും അവൻ ഇടതടവില്ലാതെ മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുഫറിലേക്ക് കൊണ്ടുപോകാൻ, ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ, ബിദ്അത്തിലേക്ക് കൊണ്ടുപോകാൻ, അത് കഴിഞ്ഞാൽ വൻ പാപങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, അത് കഴിഞ്ഞാൽ അതിന് സാധിച്ചില്ലെങ്കിൽ ചെറിയ പാപങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, ഇങ്ങനെ ശൈത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏത് നിലക്കും അവനോട് എതിരാകാനാണ് മുസ്ലിമീങ്ങൾ കൽപ്പിക്കപ്പെട്ടത്. ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾ അവനോട് സാദൃശ്യപ്പെടരുത്. ചെറിയ കാര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങൾ വലത് കൈകൊണ്ട് തിന്നുക, വലത് കൈകൊണ്ട് കുടിക്കുക. ഫൈന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ശൈത്താൻ അവൻ്റെ ഇടത് കൈ കൊണ്ട് തിന്നുന്നു, ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താനോട് എതിരാകാൻ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവനെ പോലെ ആകരുത്. അവൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. അവൻ നിങ്ങളോട് അസൂയുള്ളവനാണ്. അതുപോലെ അവൻ്റെ വലിയ ഷർറാണ് അവൻ്റെ വസ്വസത്ത് എന്ന് പറയുന്നത്. അവൻ വസ്വസത്ത് ഉണ്ടാക്കുന്നവനാണ്. എന്താണ് വസ്വസത്ത് എന്ന് പറഞ്ഞാൽ? കാര്യം ഒരു തിന്മ ചെയ്യാനുള്ള പ്രേരണയോ അതല്ലെങ്കിൽ ഒരു നന്മ മുടക്കാനുള്ള ഒരു പ്രേരണയോ മനസ്സിൽ വന്നിട്ടുണ്ടാവും. പറഞ്ഞ ആളുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടാവുകയില്ല. അതുവരെ ഇല്ലാത്തൊരു ചിന്ത മനസ്സിൽ വന്നു ചേരും. ഇതാണ് വസ്വസത്ത്. അവൻ മനുഷ്യൻ്റെ രക്തമോടുന്നിടത്തൊക്കെ സഞ്ചരിക്കും. ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. രക്തമോടുന്നിടത്തെല്ലാം സഞ്ചരിക്കും. നിങ്ങളെ അവൻ കാണും, അവൻ്റെ മക്കളും. നിങ്ങൾ അവനെ കാണുകയില്ല. എന്തൊരു അപകടം പിടിച്ച ശത്രുവാണെന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ നമ്മളെ കാണും. അള്ളാഹുവിൽ അവലംബിക്കുക, അള്ളാഹുവിനോട് കാവൽ തേടുക എന്നതല്ലാതെ അവനിൽ നിന്ന് യാതൊരു രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല. ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇബ്ലീസ് തന്നെ പറഞ്ഞതുപോലെ, റബ്ബേ നിൻ്റെ അടിമകളിൽ മുഖ്ലസുകളായ ആളുകൾ, അതുപോലെ മുഖ്ലിസുകളായ ആളുകൾ, അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ഇഖ്ലാസുള്ളവരായ ആളുകൾ, അവരാണ്
അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക. വളരെ വളരെ ശ്രദ്ധിക്കണം. ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. നന്മകൾ ചെയ്യുമ്പോൾ അവൻ മുടക്കാൻ ശ്രമിക്കും, തിന്മയിലേക്ക് അവൻ പ്രേരണ നൽകും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വച്ചിട്ടുള്ള വഴി ഒന്ന് ഖലാസാണ്, രണ്ടാമത്തേത് ഇസ്തിഗ്ഫാറാണ്. അവനാകെ കുഴഞ്ഞു പോകുന്ന കാര്യം എന്താണ്? ഷെയ്ത്താൻ തളർന്നു പോകുന്ന കാര്യം എന്താണ്? അവൻ ഈ പണിയൊക്കെ എടുത്തിട്ട് ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളെ വഴിതെറ്റിക്കും. എന്നാൽ ആ തിന്മകളെല്ലാം ഒരൊറ്റ തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും. അതവനെ തകർത്ത് കളയുന്ന കാര്യമാണ്. അവനെ നേരിടേണ്ടത് എങ്ങനെയാണ്? അവനെ ചീത്ത പറഞ്ഞിട്ടല്ല. അവൻ്റെ ഒരു വളരെ മോശമായ സ്വഭാവമാണ്. അവനെ ചീത്ത പറഞ്ഞാൽ അവൻ വലുതാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു യാത്രക്കിടയിൽ അയാളുടെ വാഹനമൃഗം ഒന്ന് തളർന്നപ്പോൾ ഒരാൾ പറഞ്ഞു, തൈസ ഷൈത്താൻ, ഷൈത്താൻ തുലഞ്ഞു പോട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തൈസ ഷൈത്താൻ എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഷൈത്താൻ ഇങ്ങനെ വലുതായി ഒരു കെട്ടിടം പോലെ അവൻ ഒരു കെട്ടിടത്തിൻ്റെ അത്ര വലുതാവും. അവനിങ്ങനെ വീർക്കും. അതേസമയം നീ എന്തു പറയുക? എന്തെങ്കിലും വീണു പോയാൽ നീ പറയുക ബിസ്മില്ലാ, അള്ളാഹിൻ്റെ പേര് പറയുക. അപ്പോൾ അവൻ ചെറുതായി പോകും. അവൻ നിസാരനാകും. അവൻ്റെ ഒരു വികൃതമായ സ്വഭാവമാണ്. അള്ളാഹുവിനോട് കാവൽ തേടിയാൽ, അള്ളാഹുവിനെ ഓർത്താൽ അവൻ പിന്മാറിക്കളയും. അവനെ ചീത്ത വിളിച്ചാൽ അവൻ ഇങ്ങനെ അങ്ങേയറ്റം മോശമായ സ്വഭാവമാണ് അവനുള്ളത്. അവനെ ചീത്ത പറഞ്ഞാൽ അവൻ വലുതാകും. അള്ളാഹുവിനോട് കാവൽ തേടിയാൽ, അള്ളാഹുവിൻ്റെ പേര് പറയപ്പെട്ടാൽ അവൻ ചെറുതാകും. റബ്ബിനെ സ്മരിക്കുക എന്നത് അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ നടത്തുക. നിങ്ങൾ നോക്കൂ, ഇബാദത്തുകൾ കൊണ്ടാണ് അവൻ ചെറുതാവുക. നിസ്കരിക്കാൻ നിന്നാൽ ഷെയ്ത്താൻ മനുഷ്യനെ ഉദ്കുർ കഥ, നീ ഇന്നതോർക്കുക എന്നിങ്ങനെ പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ തെറ്റിക്കും. ഹത്ത ലാ യദ്രി കം സല്ല, എത്ര നിസ്കരിച്ചു എന്നൊരു മനുഷ്യന് മറന്നു പോകുമാറ്. നിങ്ങൾ നോക്കൂ, പക്ഷേ ഇങ്ങനെ ഒരാൾക്ക് നിസ്കാരത്തിൽ വല്ലതും മറന്നുപോയാൽ, ഒന്നുകിൽ കൂടിപ്പോവുക, അല്ലെങ്കിൽ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ സംശയം ഉണ്ടാകുക, ഇത് മൂന്നാണ് നിസ്കാരത്തിൽ സംഭവിക്കുന്ന സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ. നിസ്കാരത്തിൽ എന്തെങ്കിലും കൂടിപ്പോവുക, അല്ലെങ്കിൽ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ സംശയം വരിക. ശരി, ഷെയ്ത്താൻ ഈ പണിയൊക്കെ എടുത്തിട്ട് ഒരു മുസ്ലിം ഒടുവിൽ ചെയ്യുന്നത് എന്താണ്? നിസ്കാരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയാൽ 2 സുജൂദ്. അവന് ഏറ്റവും പ്രയാസമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ സുജൂദിനെ കുറിച്ച്, ഇർഗാമൻ ലി ഷൈത്താൻ, ഷെയ്ത്താനെ വിറളി പിടിപ്പിക്കാനുള്ളതാണ് സുജൂദ്. കാരണം ഇക്കണ്ട ഈ വസ്വസത്തൊക്കെ അവനുണ്ടാക്കിയത് നിസ്കാരം കൊളാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു മുസ്ലിം അതുകൊണ്ട് ചെയ്യുന്നത് 2 സുജൂദ് അധികം. അവൻ വീണ്ടും അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഗാമൻ ലി ഷൈത്താൻ, ഷൈത്താനെ പരാജയപ്പെടുത്താൻ. അതുകൊണ്ട് നോക്കൂ, ഈ പോരാട്ടത്തിൽ അള്ളാഹുവിലേക്ക് അവലംബിക്കുക, അവനോട് കാവൽ തേടുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിനോട് കാവൽ തേടുക. തെറ്റുപറ്റിയാലോ, സംഭവിച്ചാലോ, ഇസ്തിഗ്ഫാർ അടുത്ത് ആദം അലൈഹിസ്സലാം ചെയ്തതാ. ഇബ്ലീസ് ഇങ്ങനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. അള്ളാഹു കഴിക്കരുത് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ട്, അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞ പഴത്തിൽ നിന്ന് അവർ 2 പേരും, നമ്മുടെ മാതാപിതാക്കൾ, കഴിച്ചുപോയി. പക്ഷേ എന്താണ് ചെയ്തത്? ഇസ്തിഗ്ഫാറാണ് അവർ നടത്തിയത്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ഏറ്റവും ഖൈറായ രൂപത്തിൽ അവിടെ വീണ്ടും പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ പരീക്ഷണങ്ങളുടെ ഭൂമിയിൽ ആളുകൾ എത്തിച്ചേരാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷൈത്താനിൽ നിന്ന് രക്ഷ തേടാൻ ഏറ്റവും ശ്രദ്ധിക്കുക. അതുപോലെ അവൻ്റെ കെണികളെ കരുതിയിരിക്കുക. അവൻ കൊണ്ടുപോകുന്ന വഴികൾ, അവൻ്റെ കാൽപ്പാടുകൾ വളരെ വളരെ ശ്രദ്ധിക്കുക. അവനെപ്പോഴും തിന്മ, ഒരു അള്ളാഹിനെ പേടിച്ച് നടക്കുന്ന ഒരാളോട് ആദ്യം ഒരു വ്യഭിചാരം ചെയ്യാനല്ല പറയുക, ആദ്യം ഒരു കൊലപാതകം ചെയ്യാനല്ല പറയുക, മറിച്ച് നിന്നെ പതുക്കെയാണ് അതിലേക്ക് കൊണ്ടുപോകുക. ഒരു ചെറിയ സംസാരത്തിലായിരിക്കും തുടക്കം. എന്താ ഇപ്പോൾ അത് സംശയം, ചിലപ്പോൾ ദീനിൻ്റെ പേരിലായിരിക്കും തുടങ്ങുക. എന്താ ഇപ്പോൾ ആ പെണ്ണിനോട് ഞാൻ ദീനിനെക്കുറിച്ച് കുറച്ച് മസാലകളൊക്കെ പറഞ്ഞു കൊടുത്താൽ എന്താ ഇപ്പോൾ കുഴപ്പം എന്ന നിലയിലായിരിക്കും കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞു വന്നത്, ഷൈത്താൻ ഒരാളുടെ തെറ്റാനുള്ള വഴി ഏതിലേക്കാണ് എന്ന് നോക്കും. അവൻ തീരെ ദീൻ അവഗണിച്ച് കളയുന്നവനാണോ ആ നിലക്ക് കൊണ്ടുപോകും. ദീനിൽ കടുംപിടുത്തുള്ളവനാണോ എങ്കിൽ അവനെ ആ നിലക്ക് കൊണ്ടുപോകാൻ, അതിലിടുന്നതിലേക്ക് കൊണ്ടുപോകാൻ
ഓരോരുത്തരുടെയും മൗഖിഉസ്സലൽ, കാല് തെറ്റുന്ന വഴി ഏതാണ് എന്ന് ശൈത്താൻ അവനെ നിരീക്ഷിച്ച് മനസ്സിലാക്കും. ചില ആളുകൾക്ക് സാമ്പത്തികമായിരിക്കും, ചില ആളുകൾക്ക് ലൈംഗികമായിരിക്കും, ചില ആളുകൾക്ക് മറ്റു വല്ലതുമായിരിക്കും. ഏതിനാണ് നിന്റെ പ്രശ്നം എന്ന് നിന്നെ നിരീക്ഷിച്ച് എപ്പോഴും കൂടെ നിന്ന് അവൻ മനസ്സിലാക്കും. എന്നിട്ട് വഴി തെറ്റിക്കാൻ ശ്രമിക്കും. നോക്കൂ, ഈ തലമുറകളെ നശിപ്പിച്ച പരിചയം അവനുണ്ട്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. നിങ്ങളിൽ നിന്ന് ഒരുപാട് തലമുറകൾ അവൻ വഴിതെറ്റിച്ചിട്ടുണ്ട്. എത്ര ആളുകൾ അവൻ്റെ കെണിയിൽപ്പെട്ട് അവൻ്റെ മിത്രങ്ങളായി ഒടുവിൽ നാശത്തിലകപ്പെട്ടിട്ടുണ്ട്. അവസാനം അവൻ റബ്ബിൻ്റെ മുന്നിലെത്തിയാൽ പറയും, ഇന്നി ബരിഉ മിൻക്, ഞാനും നീയുമായി യാതൊരു ബന്ധവുമില്ല. കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മ കഫറ ഖാല ഇന്നി ബരിഉ മിൻക്. മനുഷ്യനോട് നീ കാഫറാവുക എന്ന് പറഞ്ഞ ശൈത്താനെ പോലെ കാഫറായപ്പോൾ അവൻ പറഞ്ഞു, ഞാനും നീയുമായി യാതൊരു ബന്ധവുമില്ല. അവൻ ചെറുതിലേക്ക്, അതിൻ്റെ പിന്നടുത്തിലേക്കുണ്ട്. അതുകൊണ്ട് നോക്കൂ, അള്ളാഹുവിൻ്റെ ദീനിനെതിരാകുന്ന ചെറിയ വഴിയെ സൂക്ഷിക്കും. ഇത് വലുതിലേക്ക് കൊണ്ടുപോകാൻ ശൈത്താൻ നിൻ്റെ മുന്നിൽ ഇട്ടിരുന്നായിരിക്കും. അതിലേക്ക് എന്താ ഇപ്പം നോക്കിയാൽ എന്താ കുഴപ്പം, അത് അങ്ങനെ ഇളവില്ലേ എന്നിങ്ങനെയൊക്കെ ചിന്തിപ്പിച്ച് നിന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ അവൻ പരിശ്രമിക്കും. അള്ളാഹുവിൻ്റെ കാവലല്ലാതെ മറ്റൊരു കാവലുമില്ല. റബ്ബിൽ അവലംബിച്ചാലല്ലാതെ അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നസല്ലാഹു അൽ ആഫിയ വസ്സലാമ. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.